ഹലോ എവരി വൺ. ഡ്യൂഡ് എന്ന മൂവിയിലെ ഒരു ഫാസ്റ്റ് റിവ്യൂ ആണ്. ആക്ച്വലി ഞാൻ സിനിമകളൊന്നും പേഴ്സണലായിട്ട് എടുക്കാത്തതുകൊണ്ടും സിനിമകൾ സിനിമ എന്ന രീതിയിൽ കണ്ട് ഒഴിവാക്കുന്നത് കൊണ്ടും എനിക്ക് നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. വലിയ ടെൻഷനോ തന്നിട്ട് അത് നമുക്ക് കൂളായിട്ട് എൻജോയ് ചെയ്ത് പോരാവുന്ന മൂവിയാണ്. പിന്നെ ഈ മൂവിയുടെ പൊളിറ്റിക്സിലോട്ട് ഇറങ്ങി വരുമ്പോൾ ഇതിൽ മെയിൻലി 3 ട്വിസ്റ്റാണുള്ളത്. ഫസ്റ്റ് ട്വിസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സെക്കൻഡ് ട്വിസ്റ്റ് വരുമ്പോൾ ഇന്റർവ്യൂ തൊട്ട് മുമ്പാണ്. അത് വരുമ്പോൾ എല്ലാവരും ഇതെന്താണ് ഇങ്ങനെ എന്ന് ചിന്തിക്കും. പിന്നെ തേർഡ് ട്വിസ്റ്റ് വരുമ്പോൾ ചില ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഈ സിനിമ പോകും. ചില ആൾക്കാർക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് ഈ സിനിമ പറയുന്നത് കാസ്റ്റിനെ കുറിച്ചാണ്. കാസ്റ്റ് പൊളിറ്റിക്സും ഈ ജാതി വെറിയെ കുറിച്ചിട്ടാണ് ഈ മെയിനായിട്ട് ഈ സിനിമയിലെ കണ്ടന്റ് വരുന്നത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ആരും ആ ഒരു കണ്ടന്റ് ആരും നോക്കുന്നില്ല. എല്ലാവരും എന്തുകൊണ്ടാണ് ക്ലൈമാക്സ് ഇങ്ങനെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഇതിപ്പോ നാട്ടിൽ നടക്കണ കാര്യമാണോ? ശരി പറയുമ്പോ ഇതിൽ 3 കാര്യങ്ങൾ ട്വിസ്റ്റ് വരുന്നതും തെറ്റ് തന്നെയാണ്. അവസാനത്തെ 2 ട്വിസ്റ്റ് വരാനുള്ള മെയിൻ കാരണം ആദ്യത്തെ ഒരു ട്വിസ്റ്റാണ്. ആ ട്വിസ്റ്റ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോ ആദ്യത്തെ ഈ പടത്തില് മുഴച്ചു നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് കാസ്റ്റിന്റെ ഇഷ്യൂ. അത് വെച്ച് നോക്കുമ്പോൾ ബാക്കി ഒരു തെറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി 2 തെറ്റൊന്നും തെറ്റല്ല എന്ന രീതിയിലാണ് ഈ പടത്തിന്റെ മെയിൻ തീം. ഏതാന്നുള്ളത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. കാര്യം അത് തിയേറ്ററിൽ പോയി നിങ്ങൾ വാച്ച് ചെയ്യാം. ഇത് നമ്മുടെ ഡയറക്ടർ തന്നെ പറഞ്ഞായിരുന്നു. ആദ്യം ആള് റിജക്ട് ചെയ്ത ഡയറക്ടറല്ല, സോറി, ഈ പടത്തിലെ ആക്ടർ PR പ്രദീപ് രംഗനാഥൻ തന്നെ പറഞ്ഞതാണ്. ആദ്യം ഇദ്ദേഹം അപ്പോഴും റിജക്ട് ചെയ്തതാണ്, ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇയാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റാവുന്ന കാര്യമുണ്ട് ഡയറക്ടറൊക്കെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സിനിമകൾ വരണം. കാരണം നമ്മൾ ഇതുവരെ മാറാതെ നിൽക്കുന്ന കുറെ ആചാരങ്ങളൊക്കെ മാറാൻ ഇങ്ങനത്തെ ഒരു സിനിമ വരുന്നത് നല്ലതാണ്. എന്തായാലും BGM ഐക്കോണിക് BGM ആണ്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആക്ടിങ് മമിത ബൈജു, ശരത് കുമാർ, PR പ്രദീപ് രംഗനാഥൻ എല്ലാവരും, പിന്നെ വേറൊരു മമിതയുടെ ഫ്രണ്ടായിട്ട് വരുന്ന ഒരാളുണ്ട്. എല്ലാം സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. കിടിലൻ മൂവി, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പടം പേഴ്സണലായിട്ടോ അത് റിയൽ ലൈഫിലോട്ടോ എടുക്കാത്തതുകൊണ്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. എല്ലാവരും മസ്റ്റ് വാച്ചിങ് തിയേറ്റർ. പിന്നെ ഇതിൽ മെയിൻ കണ്ടന്റ് കാസ്റ്റ്, ജാതി വെറി.